വെൽക്കം ബാക്ക് ടു ചാനൽ പാഷനറ്റി ഫാഷൻ 26. ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രീ ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലാസ് എന്താണെന്ന് നോക്കാം അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഹെമ്മിങ് ആട്ടോ. ഹെമ്മിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഓൾറെഡി ഇതിൽ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. പോപ്ലിൻ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പോപ്ലിൻ ക്ലോത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൻ്റെ വൈറ്റ് ക്ലോത്ത് എടുക്കാവുന്നതാണ് കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ പോപ്ലിനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ക്ലോത്ത്. നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാനും ചെയ്യാനും വേണ്ടിയിട്ട് പോപ്ലിൻ ക്ലോത്ത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ പോപ്ലിൻ ക്ലോത്ത് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഓപ്ഷനാണ് നമുക്ക് വൈറ്റ് കോട്ടൻ്റെ ക്ലോത്ത് എടുക്കാവുന്ന കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് ഞാനൊന്ന് പറയാം. വിഡ്ത്ത് വന്നിട്ട് 14 ഇഞ്ചും ലെങ്ത്ത് അൺലിമിറ്റഡ് ആണ്. നമുക്ക് അത്യാവശ്യം കുറേ വർക്കുകൾ ചെയ്യാണ്ട്. അപ്പോൾ ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയും എടുക്കാം. വിഡ്ത്ത് വന്നിട്ട് 14 ആയിരിക്കണം കേട്ടോ. നമ്മൾ സ്റ്റിച്ചിങ് ബോർഡിൻ്റെ ആട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഹെമ്മിങ്ങിന് വേണ്ടിയിട്ട് നീഡിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ നീഡിലെടുക്കുക. നമ്മൾ നീഡിൽ സെറ്റിൽ ഏറ്റവും ചെറുതായിട്ടുള്ള നീഡിലെടുക്കുക. എന്നിട്ട് നമ്മൾ ഹെമ്മിങ് നമ്മൾ സാധാരണ നമ്മൾ മിഷൻ ത്രെഡ് വെച്ചിട്ട് മിഷന് ഇതാക്കുന്ന നൂല് വെച്ചിട്ട് ആ നൂലാണ് നമ്മൾ ഹെമ്മ് ചെയ്യാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് പൊതുവേ നമ്മൾ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ 2 കെട്ടിടൂല്ലേ, 2 നൂലും അങ്ങോട്ട് 2 നൂല് കെട്ടിടും. പക്ഷേ ഇതിലങ്ങനെയല്ല ചെയ്യേണ്ടത്. ഹെമ്മിങ്ങിൽ ഒരു നൂല് കെട്ടിട്ടിട്ട് മറ്റേ നൂല് അങ്ങനെ ഫ്രീ ആയിട്ട് വിടുക. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ പറയാം. നമ്മൾ ആ പോപ്ലിൻ ക്ലോത്ത് ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ. മടക്കി കൊടുത്തിട്ട് നമ്മൾ മടക്കുമ്പോൾ 2 ആയിട്ടല്ല മടക്കുക. ഫസ്റ്റത്തെ ഒരു ഫോൾഡ്, സെക്കൻഡ് ഫോൾഡ്. അപ്പോൾ ആ ഫസ്റ്റ് ഫോൾഡിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ ഇതുപോലെ സൂചി കയറ്റി ഇറക്കേണ്ടത്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മളിതുപോലെ ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഫോൾഡിലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ സൂചി കയറ്റി ഇറക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ കെട്ടിട്ടത് അതിൻ്റെ ഉള്ളിലേക്കാവും. അപ്പോൾ നല്ലൊരു നീറ്റ്നെസ് ആയിരിക്കും. ഈ പുറത്തും വൃത്തിയോടുണ്ടാവില്ല. ഇങ്ങനെ കാണുന്നിടത്ത് നമുക്ക് ആ കെട്ട് കാണൂല. ഓക്കെ, നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ മനസ്സിലാവട്ടെ. ഇത് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കും അറിയില്ല. കാരണം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ആ മെത്തേഡിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ എമ്മിങ് ചെയ്ത് വരിക. ഓക്കെ, എമ്മിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളെ ക്ലോത്ത് നല്ലൊരു ഫിനിഷിങ്ങും നീറ്റ്നെസ്സും കിട്ടും കേട്ടോ. അതിനാണ് ഞാൻ ഹെമ്മിങ് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ മിഷനിൽ നമുക്ക് വേണമെങ്കിൽ ബോർഡർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പക്ഷേ അത് സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഞാനിപ്പോൾ ഹെമ്മിങ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് ഒന്നാമത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടാനാണ്. രണ്ടാമതെന്ന് വെച്ചാൽ നമുക്ക് ഈ എമ്മിങ് പഠിക്കുന്നതോട് കൂടെ നല്ലൊരു ഉപകാരമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡ്രസ്സിൻ്റെ നെക്ക് പിന്നെ ബ്ലൗസ് അതൊക്കെ നമ്മൾ ഹെം ചെയ്യലാണല്ലോ പൊതുവെ. അപ്പോൾ ഞാൻ ഹെമ്മിങ് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ പഠിപ്പിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ അടുത്ത് തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ടൈലറിങ് ക്ലാസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എന്തായാലും നമുക്ക് ഹെമ്മിങ് അപ്പോൾ പഠിപ്പിക്കണം. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലിപ്പോൾ ഹെമ്മിങ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് ഹെം ചെയ്യുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് കേട്ടോ. അതായത് ആ ഫസ്റ്റ് ഫോൾഡാക്കി ആ ഫോൾഡിലേക്ക് സൂചി ഒന്ന് കയറ്റി ഇറക്കിയിട്ട് അവിടെ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിങ്ങനെ പറഞ്ഞിട്ട് ശീലമില്ല. അപ്പോൾ കുറേ മിസ്റ്റേക്കുകളുണ്ടാവും. ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ മിസ്റ്റേക്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ എൻ്റെ വീഡിയോ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് എനിക്കറിയാം. ഇൻഷാ അല്ലാഹ് ഇനി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. വോയിസ് ഓവർ കൊടുക്കാനൊന്നും അത്ര അറിയില്ല. അപ്പോൾ അതിൻ്റെതായ കുറേ മിസ്റ്റേക്കുകളുണ്ടാവും. സോ അതൊക്കെ നിങ്ങളൊന്ന് പരിഗണിക്കണം. നിങ്ങളതൊക്കെ ഒന്ന് ഫോർഗെറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഞാൻ ഒരു സൈഡ് ചെയ്ത് കാണിച്ചിട്ടില്ലേ? ഇപ്പോൾ കണ്ടോ എന്ത് നീറ്റായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ഡോട്ട് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. പുറത്ത് ഈ ഒരു നമ്മൾ ചെയ്ത ആ ഒരു എമ്മിങ് ചെയ്ത വശം നോക്കൂ, എത്ര ഒരു വൃത്തിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് നമ്മളെ നല്ല വശത്ത് വെറും ഡോട്ട് മാത്രമേ കാണുള്ളൂ. അത്രയും ഫിനിഷോട് കൂടി ആയിരിക്കണം കേട്ടോ നിങ്ങൾ ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ചിങ് ബോർഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഞാൻ സ്റ്റിച്ചിങ് ബോർഡിൻ്റെ ഒരു റെഫറൻസ് കാണിച്ചു തരാം. നമ്മളെ സ്റ്റുഡൻറ്റ് ചെയ്ത ഒരു വർക്കാണ്. അവരെ സ്റ്റിച്ചിങ് ബോർഡാട്ടോ ഞാൻ നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ 14 ഇഞ്ച് വിഡ്ത്താണ് വരുന്നത്.
ലെങ്ത്ത് അൺലിമിറ്റഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് ബോർഡിൽ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഇതുപോലെ ഉണ്ടാവും കേട്ടോ നിങ്ങളെ സ്റ്റിച്ചിങ് ബോർഡ് കാണാൻ. പിന്നെ അതേപോലെ നമുക്ക് മോഡിഫ് ഉണ്ട്, അത് നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറയാം മോഡിഫ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചിട്ട് നമ്മളെ സ്റ്റിച്ചിങ് മെഷീനും പിന്നെ നമ്മളെ എമ്മിങ്ങും ആയിട്ടുള്ളൊരു ഡിഫറൻറ്റ്. ഇത് പെറ്റിക്കോട്ടാണ്, അപ്പോൾ ഞാനിതിൽ നെക്ക് ചെയ്തിട്ടുള്ള സ്റ്റിച്ചിങ് മെഷീൻ വെച്ചിട്ടാണ്. അപ്പോൾ മെഷീൻ്റെ ആ ഒരു സ്റ്റിച്ചിങ്ങും പിന്നെ നമ്മളെ എമ്മിങ് ചെയ്ത ആ ഒരു വർക്കും ആയിട്ട് എത്ര ഡിഫറെൻ്റ് ഉണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ. ഇതൊരു പ്രൊഫഷണൽ ടൈലേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടി കേട്ടോ. നമ്മളെ നെക്ക് നമ്മൾ ഹെം ചെയ്താൽ വളരെ നീറ്റോട് നല്ല വൃത്തിയോട് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് കാണാതെ ജസ്റ്റ് ഒരു ഡോട്ട് മാത്രം കാണുള്ളൂ. അപ്പോൾ ഈ ഒരു ഹെമ്മിങ് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ ഫുള്ളായി കാണുക.